ഹായ്. അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഞണ്ടുണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട, അതാണ് ഒരു സ്പെഷ്യൽ. പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ രാവിലെ ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയായിരുന്നു. അത് കാരണം മന്ദിച്ച് കിടക്കണമായിരുന്നു കേട്ടോ കുറേ നേരമായിട്ട്. 12 മണി ഞാൻ തലപൊക്കിയത്. പിന്നെ ഇന്നലത്തെ എൻ്റെ നമ്മൻ്റെ ഫേവറേറ്റ് ചാളക്കറിയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമുക്കിന്നൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ കെട്ടിയിൽ നിന്ന് പിടിച്ചിട്ട് വന്ന ഞണ്ടാണ്. അപ്പം ഞണ്ടും ചെമ്മീനും രണ്ട് പൂളാനൊക്കെ ഉണ്ടായി. അപ്പം ഞണ്ടും ഒരുവിധം വലിയ ഞണ്ടാണ്. അപ്പം ഞാനത് ഞണ്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വാനിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള, തക്കാളി, ഒരു തക്കാളി. അപ്പോൾ വലിയ സവാള ഒരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഞണ്ടേ ഉള്ളൂ, പക്ഷെ ഒരുവിധം വലിയ ഞണ്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഞാനിത് താളിച്ചങ്ങാടാണ് കേട്ടോ വെക്കണം. സാധാരണ വേവിച്ചിട്ടാണ് താളിക്കുന്നത്. ഇന്നിപ്പോൾ താളിച്ചങ്ങാട് റെഡിയാക്കണേ. ഒരു ഞണ്ടല്ലേ ഉള്ളൂ, പിന്നെ സമയവും ഇല്ല. ഇതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഇവിടെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരല്പം മീറ്റ് മസാല, പിന്നെ മുളക് പൊടി. ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഇതാണ് ഞണ്ട്. പെണ്ണുണ്ടായിരുന്നു, പക്ഷേ പൊന്നുണ്ടായില്ല കേട്ടോ. ചക്കക്കേടാണെന്ന് തോന്നുന്നു ഇപ്പോൾ. നമുക്ക് ഞണ്ട് വേകാൻ ആവശ്യമായ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലൊരു 15 മിനിറ്റ് ഇടാം. അപ്പം ഞണ്ടൊന്ന് നോക്കാം. തിളച്ചിട്ടൊരു 5 മിനിറ്റായി. ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ ഇത്തിരി ഗ്രേവിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ ഗ്രേവിയിൽ എടുക്കണതാണ് ഇഷ്ടം. വരട്ടി എടുക്കണത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞണ്ട് ഗ്രേവിയിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. ആ കഴമ്പൊക്കെ ഗ്രേവിയിൽ മുക്കി തിന്നുമ്പോഴാണ് ഞണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നും കൂടി ആവട്ടെ, ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഞണ്ട് കറി നോക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഞണ്ടിനൊരുവിധം വേവുള്ള സംഭവമാണ്. തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് റെഡി ആവും കേട്ടോ. ഇപ്പോൾ കാണുന്ന സംഭവമായിരിക്കില്ല. നമുക്ക് ഞണ്ട് വേവിച്ചിട്ടും താളിച്ച് റെഡിയാക്കാം, വേവിക്കാതെ ഇങ്ങനെ താളിച്ചങ്ങാട് റെഡിയാക്കാം, പിന്നെ എല്ലാം കൂടി പുരട്ടിയങ്ങാട് വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കാം.
ഞണ്ട് കറി 3 ടൈപ്പ് വെക്കാം കേട്ടോ. ഞാൻ 3 ടൈപ്പിലും വെക്കാറുണ്ട്. ഞണ്ടങ്ങനെ വാങ്ങിക്കാറില്ല. ചെമ്മീൻ കെട്ടിയിൽ നിന്ന് ഇങ്ങനെ വല്ലപ്പോഴും 1-2 കിട്ടുമ്പോൾ വെക്കുമെന്നല്ലാതെ ഞണ്ട് അങ്ങനെ വാങ്ങിക്കണ പരിപാടിയില്ല കേട്ടോ. വല്ലപ്പോഴേ മേടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കറി എന്താണെന്ന് അറിയാമോ? ഇന്നലത്തെ ചാളക്കറിയില്ലേ, ചാളക്കറിയാണ്. അപ്പോൾ ഇന്നലെ പകുതിയേ ചിലവായുള്ളൂ, ബാക്കി പകുതി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് താരം ഇതാണ് കേട്ടോ. എനിക്ക് ഈ കറി മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കണതാണ് ഞാൻ. ഇന്നപ്പോൾ മാർക്കറ്റിലൊന്നും പോയും ഇല്ല, ഒന്നും വാങ്ങിച്ചും ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് തന്നെ ഓണം പോലെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാളക്കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി, അല്ലെങ്കിൽ ചാറ് വറ്റിപ്പോവും. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യലി ഇന്നലത്തെ ചാളക്കറിയാണ്. അപ്പോൾ രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഇച്ചിരി ബാക്കി വന്നു, 5-6 കഷ്ണം ബാക്കിയുണ്ട്. ഇതിൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ തീർന്നു കേട്ടോ. ചിക്കൻ മാത്രം 5-8 കഷ്ണം ഉണ്ട്. അതൊന്നുകൂടി ചൂടാക്കി എടുക്കണതാണ് ഞാൻ. ഇതും കൂടി വെക്കുമ്പോൾ ചട്ടിയും കാലിയായി, കറിയും തീരും. അപ്പോൾ ഒരു സ്പെഷ്യലി ഇതാണ്, രാവിലത്തെ ചിക്കൻ കറിയാണ്. ഒന്നും കൂടി വറ്റിച്ച് റെഡിയാക്കി എടുക്കും ഞാൻ. അപ്പോൾ കഴിക്കാം. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നീരാണ്. ഞണ്ടെടുക്കാം. പിന്നെ ഇത് ചാളക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പാടിയതാണെന്നാ. ഞങ്ങൾ തുടരും കാണാൻ പോയിട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടല്ലോ മനസ്സിലിങ്ങനെ മൂളിക്കൊണ്ട് കിടക്കണേണ്. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നീരാണ്, എൻ്റെ കിനാവാണ്, എന്തിന് നീയാണ്. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പോയി കണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാം. നമ്മളെ ചാളയുണ്ടല്ലോ, ഒരു ദിവസം ഇരുന്നപ്പോൾ പുളിയൊക്കെ പിടിച്ച് അടിപൊളി കേട്ടോ. ഇതാണ് ഗോതമ്പിൻ്റെ പുട്ടും കൂട്ടി കഴിക്കേണ്ടത് കേട്ടോ. ഇത്തിരി കൂടി ഇരിപ്പുണ്ട്, വൈകിട്ട് ഞാൻ ഇത്തിരി ഗോതമ്പ് പുട്ടൊക്കെ കൂട്ടി കഴിക്കുന്നത്. ഞണ്ടങ്ങനെ അധികം കഴിക്കാറില്ല. പൊളിയാണ്, പൊളി. പിന്നെ ചിക്കൻ രാവിലെ പുട്ടിൻ്റെ കൂടെ കഴിച്ചതാണ് നന്നായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്: ചിക്കൻ കറി, ഞണ്ട് കറി, ചാളക്കറി, അച്ചാർ ഇത്തിരി ഇരിപ്പുണ്ട്, അതെടുക്കണം. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബൈ.